കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരമില്ല എന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ. ബി.ജെ.പി. കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടി 3 മുന്നണികളും ഇലക്ഷൻ മത്സര ചൂടിലാണ്. കാലങ്ങളായി 60 വർഷക്കാലമായിട്ട് ഇരു മുന്നണികളും കേരളത്തെ പറ്റിക്കുകയാണെന്നാണ് ജി കൃഷ്ണകുമാർ അവകാശപ്പെടുന്നത്. LDFും UDFും ഇല്ല, ഇന്ത്യ മുന്നണിയും NDAയും തമ്മിലാണ് മത്സരം. LDF സ്ഥാനാർത്ഥി മുകേഷിനോടും UDF സ്ഥാനാർത്ഥി പ്രേമചന്ദ്രനോടും ആര് പ്രധാനമന്ത്രിയാകണമെന്ന് ചോദിച്ചാൽ ഇരുവരും പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന പേരായിരിക്കും. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഫ്ലെക്സ് വെച്ച് നാട്ടിൽ അടിച്ചിറക്കിയാണ് ഇരു മുന്നണികളും വികസന പ്രവർത്തനങ്ങൾ സ്വന്തം പേരിലാക്കുന്നതെന്നും ജി കൃഷ്ണകുമാർ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇലക്ഷൻ പ്രചരണത്തിൽ LDFും UDFും ബഹുദൂരം മുന്നിലാണ്. LDF ക്യാമ്പിൽ നിന്ന് കൊല്ലം മണ്ഡലത്തിൽ മുകേഷ് MLA എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അത് ഉയർത്തിക്കാട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സായാഹ്ന നടത്തം LDF പ്രവർത്തകരെല്ലാം സംഘടിപ്പിച്ചാണ് പ്രചരണം ഇപ്പോൾ കൊഴുപ്പിക്കുന്നത്. 1748 കോടി രൂപയുടെ വികസനമാണ് മുകേഷ് MLA എന്ന നിലയിൽ ചെയ്തത് എന്നാണ് LDF ക്യാമ്പ് അവകാശപ്പെടുന്നത്. ജില്ലയിലെ ക്യാമ്പസുകളെ ഇളക്കി മറിച്ചുകൊണ്ടാണ് UDF സാരഥി NK പ്രേമചന്ദ്രൻ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ വോട്ടർമാരെ എല്ലാം നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീക്കുമ്പോൾ ക്യാമ്പസുകളിൽ നിന്ന് വലിയ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. താൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് തന്നെയാണ് UDF ക്യാമ്പിൽ നിന്നും വിശ്വസിക്കുന്നത്. താൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് തന്നെയാണ് UDF സാരഥി NK പ്രേമചന്ദ്രനും UDF ക്യാമ്പും വിശ്വസിക്കുന്നത്.